സുഹൃത്തുക്കളെ, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു സന്തോഷമുള്ള കാര്യം പറയാനാണ് കേട്ടോ. അപ്പോൾ 2018 ജനുവരി 1-നൊക്കെയാണ് ഞാൻ ഗൾഫിലേക്ക് സൗദി അറേബ്യക്ക് വന്നത്. അപ്പോൾ ഇന്നേക്ക് ഒരു 6 വർഷം 8 മാസമായിക്കണ്. ഇന്ന് എൻ്റെ ഫൈനൽ എക്സിറ്റ് അടിച്ച് ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ചില്ലായിട്ടിരിക്കുകയാണ്. ഫൈനൽ എക്സിറ്റ് അടിച്ച് ഇന്നാണ് അടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടിയാണ് നാട്ടിലേക്ക് പോകാൻ കുറേ കാലത്തിന് ശേഷം. പക്ഷെ നാട്ടിൽ പോയി എന്താവുമെന്നൊന്നും അറിയില്ല. നാട്ടിലൊരു പണിയും പണിയൊന്നും കണ്ടെത്തിയിട്ടൊന്നുമില്ല. എന്നാലും ഇത്ര കാലം ഒരു 6 വർഷം നിന്ന് മടുത്ത്. അറ്റ്ലീസ്റ്റ് ജോലിയും റൂമും റൂമും ഒക്കെ മടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ റബ്ബർ പന്ത് തട്ടിയ പോലെ തിരിച്ചു വരുമോന്നും അറിയില്ല. എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്കറിയൂല. പക്ഷെ എന്നാലും പോണം. ഒരു വർഷമെങ്കിലും ഒന്ന് നിൽക്കണം എന്നുള്ള രീതിക്ക് ഞാൻ പോകാൻ പോവാ. അപ്പോൾ എൻ്റെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ലഗേജിൽ കൊണ്ടുപോവാ. പിന്നെ കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാ വാ പോവാ. അപ്പോൾ എൻ്റെ റൂം ഇതാട്ടാ. കുറേ കച്ചറായിട്ട് ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ ഇതാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോണതല്ലേ. അപ്പോൾ എല്ലാം പെട്ടിൻ്റെ ഉള്ളിലൊക്കെ ആക്കി വെക്കാൻ വേണ്ടി കുറച്ച് കച്ചറൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ആരും കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. പിന്നെ ചെറിയ റൂമാണ്. ഞങ്ങൾ രണ്ടുപേരാട്ടോ റൂമിൽ. അപ്പോൾ പെട്ടിയൊക്കെ ഏകദേശം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു ബോക്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒന്ന് അടുക്കി കൊള്ളുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എല്ലാ സാധനങ്ങളും കൂടി കൊള്ളുമെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ട്രയൽ നടത്തി നോക്കിയതാണ്. ഈ ബോക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തതാണ്. ബോക്സ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാടാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് എന്താ ഇത് അവിടെ ഇങ്ങനെ പറഞ്ഞ് കിട്ടും. 2-3 ചോക്ലേറ്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ സാധനങ്ങൾ തന്നെ കുറേ ഉണ്ട്. എൻ്റെ ട്രിമ്മർ കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, എനിക്ക് വേണ്ടി മാത്രം ഞാനൊരു എന്താണ് മറ്റേ ബ്രൂട്ട് ഉണ്ടല്ലോ, ബ്രൂട്ടിൻ്റെ ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതിനെത്ര 29 30 32 അങ്ങനെ ഇതായി ലുലുന്ന് വാങ്ങിയതാണ്. പിന്നെ വൈഫിനും അനിയൻ ഒരിക്കൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ചോദിച്ചിരുന്നു ഈ മറിയാൻ. പിന്നെ വൈഫിനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൈഫിനും അനിയനൊക്കെ കൂടിയിട്ടൊരു 2-3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ പിന്നെ വലിയ ഇതൊന്നുമില്ല. കുറച്ച് മിഠായി, പിന്നെ ഓഫറിന് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു സാധനം, ഇത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. സോപ്പും പിന്നെ ബാക്കിയൊക്കെ എൻ്റെ സാധനങ്ങളാണ്. ബാക്കി ബോക്സ് കണ്ടു. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഇതിൽ ട്രിമ്മർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇതാണ് ഞാൻ പാടാൻ യൂസ് ചെയ്തിരുന്ന സാധനം കേട്ടോ. അത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒക്കെ അറിയാതിരിക്കാൻ ഞാൻ ഷോർട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്യണ മൈക്കാണത്. ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കും കാര്യങ്ങളും. അപ്പോൾ ഇത് ഏകദേശം നല്ല വിലയുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്ത മൈക്കൊക്കെയാണ്. മൈക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ടാണ് ഞാൻ പാടുന്നത്. പിന്നെ അതിൻ്റെ ഇത് സൗണ്ട് കാർഡാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എൻ്റേതായ സാധനം ഞാൻ യൂസ് ചെയ്യുന്നുള്ള സാധനങ്ങളൊക്കെയാണ് എൻ്റെ ഇതിലുള്ളത്. പിന്നെ എന്താണ്, പിന്നെ എൻ്റെ പിന്നെ ഇതാണോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ എടുക്കുന്നതാണ്. പാടാനൊക്കെ നമുക്ക് വോക്കൽ വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പോൾ മ്യൂസിക് വന്നിട്ട് പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന മൈക്കാണിത്. ഇത് ബോയൻ്റെ ആണ് കേട്ടോ. പിന്നെ ഹോളി ലാൻഡിൻ്റെ ഒക്കെ ഉണ്ട്. ഹോളി ലാൻഡിൻ്റെ ഇതിന് അത്ര റേറ്റ് ഇല്ല ഇതിന്. ഇത് ഇത്തിരി നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പം റിവ്യൂ ഒന്നുമല്ല, എൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നാണ്. വേറെ ഒന്നും വാങ്ങുന്നില്ല. ഇപ്പം എത്ര ഉണ്ട് എന്നറിയില്ല. ഇപ്പം തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 കിലോൻ്റെ അടുത്തുണ്ടാവും. നോർമൽ എല്ലാ ഇതിലും 30 kg ആണല്ലോ കിട്ടുക ഫ്ലൈറ്റിലൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എല്ലാം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറേ സാധനങ്ങൾ തന്നെ കൊണ്ടുപോകാൻ ഞാൻ ഇവിടെ തന്നെ ഇട്ടിട്ട് പോയേക്കണം. റൂമിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു 6 വർഷത്തിന് ശേഷം നാട്ടിൽ പോവാണ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, സർവൈവ് ചെയ്യണം അവിടെ പോയിട്ട്. ചിലപ്പോൾ എന്തായാലും ഇപ്പോഴൊന്നും നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണത് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെന്താ പറയുക,
ഞാനിതിന് മെയിനായി തീരുമാനം എടുക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, ഏഹ് എനിക്ക് ഈ പാട്ടിനോടൊക്കെ വലിയ താല്പര്യമാണ്. അപ്പോൾ ഏകദേശം നാട്ടിലൊക്കെ പോയിട്ട് കുറച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്ര കാലം ഞാൻ 6 വർഷം ഇവിടെ നിന്നിട്ടും എനിക്കൊന്നും ചെയ്യാനോ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്കുക എന്നും കൂടി കരുതിയിട്ടാണ് പോകുന്നത്. പിന്നെ 2 വർഷമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ വൈഫിനും പരാതിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാട്ടിൽ പോണ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ബൈ ബൈ.